ഉദ്ഘാടന പരിപാടികൾ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്നുകൂടി നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ടി വി പ്രസാദ്, ഗുഡ് മോർണിംഗ്. ടി വി പ്രസാദ്, തലസ്ഥാന നഗരി ഇപ്പോൾ റഹീസ് പറഞ്ഞതുപോലെ പൂർണ്ണമായും സുരക്ഷയിൽ ആയി കഴിഞ്ഞിരിക്കുന്നു. പോലീസിൻ്റെയും അതേപോലെ അർദ്ധസൈനിക വിഭാഗവും ഒക്കെ വളരെ കൃത്യമായി തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. സുരക്ഷാ പരിശോധന പല ആവർത്തി നടത്തിയതിനു ശേഷമാണ് 3 ഹെലിപ്പാഡുകൾ നിർമ്മിച്ചിരിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് തലസ്ഥാനം വലിയ ജാഗ്രതയിൽ കൂടിയാണ്. അപ്പോൾ ഉദ്ഘാടന ചടങ്ങുകളൊക്കെ എങ്ങനെയാണ്? കൃത്യം 11 മണിക്ക് തന്നെ ഉദ്ഘാടനം തുടങ്ങുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചടങ്ങിൽ വേദിയിൽ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വേദിയിൽ ഉണ്ടാകും എന്നുള്ളതും കൗതുകകരമായ കാര്യം. അപ്പോൾ എല്ലാം ഉദ്ഘാടന ചടങ്ങിന് ഒരുങ്ങിക്കഴിഞ്ഞു അല്ലേ വിഴിഞ്ഞം? അത് അരുൺ, കനത്ത സുരക്ഷയ്ക്കിടെയാണ് ഇന്നിപ്പോൾ പ്രധാനമന്ത്രി ഇവിടേക്ക് വിഴിഞ്ഞത്തേക്ക് എത്തുക. നേരത്തെ പറഞ്ഞതുപോലെ 9:45 രാജ്ഭവനിൽ നിന്ന് പുറപ്പെട്ട് തൊട്ടടുത്തുള്ള പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലെ പ്രത്യേകം തയ്യാറാക്കിയ ഹെലിപാഡിൽ നിന്നാണ് ഇവിടെ വിഴിഞ്ഞത്തെ ഹെലിപാഡിലേക്ക് എത്തിച്ചേരുക. 10:15 വിഴിഞ്ഞത്ത് എത്തുന്ന രീതിയിലാണ് ക്രമീകരണമുള്ളത്. ആ ഹെലികോപ്റ്റർ വഴിയാണ് വരുന്നതെങ്കിൽ പോലും രാജ്ഭവൻ മുതൽ വിഴിഞ്ഞം വരെയുള്ള ഓരോ 15-20 മീറ്റർ ഇടവേളകളിലും കൃത്യമായി പോലീസ് സന്നാഹമുണ്ട്. ഞാൻ നിൽക്കുന്നത് ഇതിന്റെ പ്രധാന ഗേറ്റിന്റെ തൊട്ട് മുമ്പിലാണ്. ഇവിടെയാണ് ഇതിന്റെ പുറത്തുള്ള റോഡുള്ളത്. റോഡിന്റെ അടുത്ത് മുതൽ ഇങ്ങോട്ടേക്ക് കനത്ത സുരക്ഷയാണ് ഏർപ്പാടാക്കിയിരിക്കുന്നത്. പല തവണ ഉള്ള പരിശോധനയ്ക്ക് ശേഷമാണ് അകത്തേക്ക് കയറ്റിവിടുകയും ചെയ്യുന്നത്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഉള്ള പ്രവേശനം എന്ന് പറയുന്നത് അക്രഡിറ്റഡ് ജേർണലിസ്റ്റുകൾക്ക് മാത്രമാണ് മാധ്യമങ്ങളിൽ നിന്ന് പ്രവേശനമുള്ളത്. അതൊരു സ്ഥാപനത്തിൽ നിന്ന് 2 പേർക്ക് മാത്രമാണ്. അകത്തനി പ്രധാനമന്ത്രി വരുന്നതോടുകൂടി ജാമർ ഉൾപ്പെടെയുള്ള അവരുടെ സംവിധാനങ്ങളിലേക്ക് പോവുകയും ചെയ്യും. അല്പസമയത്തിനകം മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ അകത്തേക്ക് പ്രവേശിപ്പിക്കും എന്നുള്ളതാണ് ഇവിടെ നിന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്ന ഒരു കാര്യം. നമുക്ക് കാണാം അരുൺ, ഇവിടെ നിന്ന് വിഴിഞ്ഞം വളരെ മനോഹരമായി നിൽക്കുന്നു. വിഴിഞ്ഞത്തിന്റെ ഈ ഭാഗം, പ്രധാനപ്പെട്ട ഭാഗമെല്ലാം കാണുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. നിരവധി കണ്ടെയ്നറുകൾ നമുക്കിപ്പോൾ തന്നെ കാണാം. ഇത് രാജ്യത്തിന് സമർപ്പിക്കുന്ന ഇന്നാണെങ്കിൽ പോലും നേരത്തെ തന്നെ ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് കണ്ടെയ്നറുകൾ ഇതിനകം തന്നെ വന്നു കഴിഞ്ഞു. ഏറ്റവും മികച്ച നിലയിലാണ് ഈ പോർട്ട് മുന്നോട്ട് പോകുന്നത് എന്ന കണക്കുകൾ ഉൾപ്പെടെ പല തവണയായി വന്നതാണ്. ഇതിന്ന് രാജ്യത്തിന് സമർപ്പിക്കുന്നതോടുകൂടി വലിയ വലിയ നിരവധി കപ്പലുകൾ വരികയും അത് സംസ്ഥാനത്തിന്റെ തന്നെ വ്യവസായ രംഗത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന നിലയിലേക്ക് മാറും എന്ന കണക്കുകൂട്ടലിലാണ് സംസ്ഥാന സർക്കാർ ഉള്ളത്. ഒപ്പം കേന്ദ്രവും അത് തന്നെയാണ് പറയുന്നത്. ഇതെല്ലാം പറയുമ്പോഴും നേരത്തെ അരുൺ പറഞ്ഞതുപോലെയുള്ള രാഷ്ട്രീയ തർക്കം, അതായത് ക്രെഡിറ്റ് അടിച്ചെടുക്കാനുള്ള ശ്രമം വലിയ തോതിൽ, അത് CPM ആയാലും കോൺഗ്രസ് ആയാലും BJP ആയാലും ഒട്ടും മോശമല്ല എന്നുള്ളതാണ്. നഗരത്തിന്റെ പല ഭാഗങ്ങളിലും നരേന്ദ്രമോദിയുടെയും രാജീവ് ചന്ദ്രശേഖറിന്റെയും കൂറ്റൻ ഫ്ലക്സുകളാണ് വെച്ചിരിക്കുന്നത്. ഇതിന്റെ തൊട്ടുപുറത്ത് റോഡിലാണെങ്കിൽ CPIM-ഉം കോൺഗ്രസും BJP-യും അലങ്കരിച്ചിട്ടുണ്ട്, ധാരാളം അലങ്കരിച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ ഫ്ലക്സ് ബോർഡുകളുണ്ട്. ആരാണ് ഇതിന്റെ യഥാർത്ഥ അവകാശി എന്ന രീതിയിലുള്ള പ്രചരണമാണ് സർവ്വതലങ്ങളിലും കൊഴുക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, ഇനി ആരുടെ അവകാശവാദമാണെങ്കിലും വിഴിഞ്ഞം യാഥാർത്ഥ്യമായിരിക്കുന്നു എന്നുള്ളത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു നിമിഷം തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 10:15 ഇവിടെ എത്തുന്നു. 11 മണിക്ക് ഉദ്ഘാടനം എന്ന നിലയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഉദ്ഘാടനത്തിന്റെ മുമ്പ് ഇവിടെയുള്ള മറ്റ് സംവിധാനങ്ങളെല്ലാം പ്രധാനമന്ത്രി പരിശോധിച്ചതിനു ശേഷം പ്രധാനമന്ത്രി വിഴിഞ്ഞം തുറമുഖത്തൊരു ടൂർ നടത്തും. ഉറപ്പായിട്ടും 10:15 എത്തി 11 മണിക്കാണ് ഉദ്ഘാടനം. അതിന്റെ ഇടയിൽ ഈ വിഴിഞ്ഞത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം പ്രധാനമന്ത്രി പരിശോധിക്കും. മാത്രമല്ല ഈ ഓപ്പറേഷൻ നടക്കുന്ന കാര്യങ്ങളെല്ലാം നോക്കി മനസ്സിലാക്കിയതിന് ശേഷമാണ് പ്രധാനമന്ത്രി ഉദ്ഘാടന ചടങ്ങിലേക്ക് കടക്കുക. രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ ഒരു മുഹൂർത്തം എന്ന് തന്നെയാണ് അവർ അതിനെ കണക്കുകൂട്ടുന്നത്.